ബെവ്കോയിലെ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ റീജിയണൽ മാനേജർ റാഷിയെ സസ്പെൻഡ് ചെയ്ത ഉത്തരവ് ചോർന്നത് അന്വേഷിക്കാൻ പ്രത്യേക സംഘം. സസ്പെൻഷൻ ഉത്തരവിന്റെ പകർപ്പടക്കം റിപ്പോർട്ടർ നൽകിയ വാർത്ത അന്വേഷിക്കാനാണ് ബെവ്കോ ഇന്റേണൽ ഓഡിറ്റ് ടീമിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ധനകാര്യ വകുപ്പിലെ ജോയിന്റ് സെക്രട്ടറിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. ടി.വി. പ്രസാദ് വിവരങ്ങൾ നൽകും. പ്രസാദ്, ഇപ്പോൾ റാഷയ്ക്കെതിരെ നടപടി എടുത്തു കഴിഞ്ഞു. ആ നടപടി വിവരം പുറത്തു പോയതാണോ ഇപ്പോൾ വലിയ പ്രശ്നമായി കാണുന്നത്? അതിന്മേൽ ഇപ്പോൾ ഒരു അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ തന്നെ നിയോഗിച്ചിരിക്കുന്നു. എപ്പോൾ റിപ്പോർട്ട് നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്? അശ്മതി, 65 ലക്ഷം രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയെന്നാണ് റാഷയ്ക്കെതിരെയുള്ള വിജിലൻസ് കണ്ടെത്തൽ. ഈ കണ്ടെത്തൽ വിജിലൻസ് ഡയറക്ടർക്ക് സമർപ്പിക്കുകയും വിജിലൻസ് ഡയറക്ടർ അത് സർക്കാരിനെ അറിയിക്കുകയും ചെയ്തു. സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഒടുവിൽ ജൂൺ മാസം 2ാമത്തെ ആഴ്ച റാഷയെ സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറങ്ങി തൊട്ടടുത്ത ദിവസം തന്നെയാണ് റിപ്പോർട്ടർ ഇത് ഉത്തരവ് സഹിതം പുറത്തു കൊണ്ടുവന്നത്. ഇതിലാണ് ഇപ്പോൾ ബെവ്കോ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. അവിടെ ഇന്റേണൽ ഓഡിറ്റ് വിങ്ങിൻ്റെ നേതൃത്വത്തിലൊരു അന്വേഷണ സംഘം തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. അവർ അന്വേഷണം തുടങ്ങിയെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ധനകാര്യ വകുപ്പിൽ നിന്ന് ഡെപ്യൂട്ടേഷനിലെത്തിയ ജോയിന്റ് സെക്രട്ടറി സജിത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണ സംഘം. അവിടുത്തെ ഉദ്യോഗസ്ഥരിൽ നിന്ന് മൊഴിയെടുത്ത് തുടങ്ങി എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കേസിനാസ്പദമായ സംഭവം സ്മൃതി, നേരത്തെ പെരിന്തൽമണ്ണയിലെ റീജിയണൽ മാനേജറും അതുപോലെ തന്നെ സസ്പെൻഷനിലാവുന്ന സമയത്ത് തിരുവനന്തപുരത്തെ റീജിയണൽ മാനേജറുമായിരുന്നു മലപ്പുറം മഞ്ചേരി സ്വദേശിയായ റാഷയുടെ വീട്ടിൽ 3 മാസം മുമ്പ് തന്നെ വിജിലൻസ് റെയ്ഡ് നടത്തിയിരുന്നു. റെയ്ഡ് നടത്താനുള്ള കാരണം അനധികൃത സ്വത്ത് സമ്പാദനം റാഷ നടത്തിയെന്ന പരാതിയെ തുടർന്നായിരുന്നു. ഇതിനെ തുടർന്ന് വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തു. ഒടുവിൽ എല്ലാം പരിശോധിച്ച് തിട്ടപ്പെടുത്തി 65 ലക്ഷം രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദനമുണ്ട് എന്ന് കണ്ടെത്തുകയായിരുന്നു. വിദേശ മദ്യ കമ്പനികളിൽ നിന്ന് പണം വാങ്ങിയതാണ് ഇങ്ങനെ അനധികൃതമായ സ്വത്ത് ഉണ്ടാക്കിയത് എന്ന നിഗമനത്തിലാണ് വിജിലൻസ് ഉള്ളത്. വിജിലൻസ് അതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. അതിനിടയിലാണ് സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെ റാഷയെ ബെവ്കോ സസ്പെൻഡ് ചെയ്തതും. ഒടുവിൽ സസ്പെൻഷൻ വാർത്ത റിപ്പോർട്ടർ പുറത്തു വന്നതിൻ്റെ പിന്നാലെ എങ്ങനെ സസ്പെൻഷൻ ഓർഡർ പുറത്തുപോയി എന്നുള്ളതാണ് ഇനിയിപ്പോൾ ബെവ്കോക്ക് അറിയേണ്ടത്. അതിൻ്റെ ഭാഗമായാണ് അന്വേഷണം നടക്കുന്നത്. ഉദ്യോഗസ്ഥരിൽ നിന്ന് മൊഴിയെടുത്ത് തുടങ്ങിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അന്വേഷണം പൂർത്തിയാക്കണമെന്നാണ് ബെവ്കോ MD വാക്കാൽ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. സ്മൃതി. ശരി, ടി.വി. പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.